ഇതെന്റെ സെയിം ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പൊ ഞാനാണ് എഴുതി മെഷീനാണോ എഴുതിയെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കും പെർഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയുന്നത് ഒരു കാര്യം. സ്റ്റുഡൻസ് അല്ലാതെ കമ്പനീസ് കുറച്ച് പേര് ചോദിച്ചു വന്നിട്ടുണ്ട്. ചില കമ്പനീസിലേക്ക് കൈകൊണ്ട് എഴുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ ഈ ചെറുപ്പകാലഘട്ടം മുതൽ സ്കൂളിലേക്ക് ഹോംവർക്ക് എഴുതി, പ്രൊജക്ട് എഴുതി, സെമിനാർ എഴുതി ഒക്കെ മടുത്ത് നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു, ദൈവമേ ഇതൊക്കെ എഴുതാനായിട്ട് ഒരു മെഷീൻ കണ്ടുപിടിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ എഴുതി തരാനുള്ള ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര എളുപ്പമാണ്. എന്നാൽ എനിക്കൊക്കെ വന്ന അന്നത്തെ ആലോചന ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഇതുപോലെ ചിന്തിച്ച ഒരു മിടുകൻ. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരില് ചെറുതുരുത്തിയിലാണ്. ആൻഡ് ഇങ്ങനെ ഒരു മെഷീൻ, ഹോംവർക്കും അസൈൻമെന്റും സെമിനാറും ഒക്കെ എഴുതാനുള്ള ഒരു മെഷീൻ കണ്ടുപിടിച്ച ആ വ്യക്തിത്വത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, ഞാൻ ദേവത് പി ആർ ആണ്. ഞാൻ ഇവിടെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ 4th ഇയർ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ദേവദത്ത, ഇത് എങ്ങനെയാണ് മച്ചാൻ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് വന്നത്? ഇങ്ങനെ കണ്ടുപിടുത്തം വന്ന ആവശ്യമുള്ളതുകൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ തുടക്കം തൊട്ടേ ഇങ്ങനെ ഹോംവർക്ക് അസൈൻമെന്റ് ഒക്കെ എഴുതിയിട്ട് ഗതി മൂട്ടിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. അതിന്റെ ഇടയിലാണ് ഇപ്പൊ എനിക്കൊരു റെക്കോർഡ് വന്നത്. ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള റെക്കോർഡായിരുന്നു. ഒരു 100 പേജ് നമ്മൾ ഒരു PDF നോക്കിയിട്ട് എഴുതേണ്ട ഒരു മെക്കാനിക്കൽ ലാബ് റെക്കോർഡായിരുന്നു. അപ്പൊ അത് എഴുതണമെങ്കിൽ ഒരു ബുക്ക് മൊത്തം എഴുതണം. അപ്പൊ കുറെ സമയം അതിന് വേണ്ടി ചെലവാക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് ഞാൻ ഐഡിയ വന്നത്. യൂട്യൂബിലൊക്കെ കുറെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മൾ 3D പ്രിന്ററിന്റെ മുകളിൽ ഒരു പെൻ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് പേനയും കൊണ്ട് തന്നെ എഴുതാം റെക്കോർഡ്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നാച്ചുറലി പിടിച്ചു. കാരണം വേറൊന്നുമില്ല, കാരണം അതിന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ പെർഫെക്റ്റ് ആണ്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് വെച്ചാൽ അത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒന്നുമില്ല. അപ്പൊ സാറന്മാര് കണ്ടപ്പോ പറഞ്ഞു, നിനക്ക് ഇത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒന്നുമില്ലല്ലോ, ഇതാരാ എഴുതിയത്? അപ്പൊ അങ്ങനെ പിടിച്ചു. എന്നിട്ട് വീണ്ടും റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞു. സ്വന്തം കൈകൊണ്ട് തന്നെ റീറൈറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ സംഭവം തുടങ്ങിയത്. കാരണം എനിക്ക് എന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ എഴുതി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ സംഭവം ഹാൻഡ് റൈറ്റിംഗ് റെക്കോർഡ് ചെയ്തിട്ട് സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ എഴുതേണ്ട ഒരു സിസ്റ്റം കണ്ടുപിടിച്ച് കുറെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു കൊല്ലത്തിന് മുകളിലായിട്ട് ഞാൻ ഹോംവർക്ക് അസൈൻമെന്റ് ഒക്കെ ഇതിലാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ സംഗതി എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പറ്റുമോ? ഇനി പറ്റായതിന്റെ കാരണം ഇത് എന്റെ സെയിം ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പൊ ഞാനാണ് എഴുതി മെഷീനാണോ എഴുതിയെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കും പെർഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയുന്നത് ഒരു കാര്യം. ഓക്കെ, ആൻഡ് ഇത് ആരെങ്കിലും ഒക്കെ ചോദിച്ചു വന്നിരുന്നോ? ഇഷ്ടംപോലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന സ്റ്റുഡൻസ് ആണ് ബേസിക്കലി. അതിപ്പോ എല്ലാവർക്കും ചിന്തിച്ചാൽ അറിയാം. പിന്നീട് സ്റ്റുഡൻസ് അല്ലാതെ കമ്പനീസ് കുറച്ച് പേര് ചോദിച്ചു വന്നിട്ടുണ്ട്. ചില കമ്പനീസിലേക്ക് കൈകൊണ്ട് എഴുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹോസ്പിറ്റൽസ് അങ്ങനെ കുറെ കമ്പനീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ സെക്കൻഡ് വെർഷൻ സെറ്റ് ആയി കഴിഞ്ഞാൽ അവർക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാന്നാണ് ഒരു പ്ലാൻ ഉള്ളത്. ഇതിനകത്ത് നമ്മുടെ ആ ഒരു ക്രൈം പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അതെ, കോഴിക്കോട് നിന്ന് ഒരു ക്രൈം പാർട്ട്ണർ ഉണ്ട്. ജ്യോതിയിൽ എന്റെ സീനിയർ ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. സിദ്ധാർത്ഥ ഉന്നത്തിൽ നിന്നാണ് പേര്. ആളാണ് ഇപ്പോൾ എന്റെ സോഫ്റ്റ്വെയർ കുറച്ച് എന്നെ മെഷീനിന് വേണ്ട സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവന്റെ ഹെൽപ്പോട് കൂടിയാണ് ഞങ്ങൾ അടുത്ത വെർഷൻ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്പ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ മെഷീൻ ലേണിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി DLED സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നഴ്സിംഗ് MBBS സ്റ്റുഡൻസിനൊക്കെ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഈ സാധനം മാർക്കറ്റിലുണ്ടോ, വിൽക്കുന്നുണ്ടോ? വിൽക്കാൻ പ്ലാൻ ഉണ്ട്. ഇപ്പൊ സെക്കൻഡ് വെർഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സെക്കൻഡ് വെർഷൻ ആണ് ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനൊക്കെ കൂടുതലും മെഡിക്കൽ സ്റ്റുഡൻസിനാണ് ആക്ച്വലി വരയ്ക്കാൻ എഴുതാനൊക്കെ കൂടുതലുള്ളത്. അപ്പോൾ അവർക്കിത് പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്ന സംഭവമാണ്. എനിക്ക് തോന്നുന്നു ദേവദത്തിനെ ഏറ്റവും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ദേവദത്തിന്റെ അച്ഛനാന്ന് തോന്നുന്നു. തീർച്ചയായും സ്റ്റാർട്ടിങ് തൊട്ടിട്ട് 10ാം ക്ലാസ്സിൽ തൊട്ടിട്ട് എന്റെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛനാണ് സപ്പോർട്ട്. അച്ഛന്റെ സപ്പോർട്ടോട് കൂടെയാണ് ഞാൻ ഇതെത്തിയത്. പണിപ്പറയിൽ ഇനിയും ഇതുപോലുള്ള അത്ഭുതങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? ഇനി അടുത്തൊരു ചെറിയൊരു പ്രൊജക്ട് വരുന്നുണ്ട്. ഫൈനൽ ഇയർ പ്രൊജക്ട് ആണ്. കിച്ചൺ ഓട്ടോമേഷൻ ആണ്. അത് മാർക്ക് അഡീഷണൽ വാങ്ങുന്ന ഒരു സാധനം ഒന്നല്ല അല്ലെ? മാർക്ക് അഡീഷണൽ വാങ്ങണല്ല, പക്ഷെ നമ്മള് അടുക്കളയിൽ ഒരു പണി കുറയ്ക്കാനുള്ള ഒരു സംഭവമാണ്. കാരണം ഇവിടെ ഒരു ആവശ്യമുള്ള സംഭവമാണ്. കാരണം ഞങ്ങളിപ്പോ വീട്ടിലിപ്പോ പണിക്കാരില്ലെങ്കിൽ ഫുഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി തുടങ്ങുന്നത്. ഇപ്പൊ എന്ത് ഫുഡ് വേണമെങ്കിലും മെനു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൺ ഫുള്ളി ഓട്ടോമാറ്റഡ് ആണ്, തന്നെ ഉണ്ടാക്കി തരും. ദൈവമേ, ചെറിയ കണ്ടുപിടുത്തങ്ങളൊന്നല്ല, വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിലേക്കാണ് ഈ ഒരു ദേവദത്ത് നടന്നെടുക്കുന്നത്. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് ബ്രോ. താങ്ക് യു.